എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് 21-22 തീയതികളിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, 2024 മാർച്ചിൽ ഐസ്ലാൻഡിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? 2024 മാർച്ചിൽ ഐസ്ലാൻഡിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് ഏത്? റെയ്ക്യാനസ്. ഏതാണ്? റെയ്ക്യാനസ്. ഓർത്തിരിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യൂലിപ്പ് ഗാർഡനായ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്യൂലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യൂലിപ്പ് ഗാർഡനായ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്യൂലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീനഗറിലാണ്. എവിടെയാണ്? ശ്രീനഗർ. ഓർത്തിരിക്കുക. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയെ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയെ ലക്ഷ്യമാക്കിയിട്ട് നാസ വിക്ഷേപിക്കുന്ന പേടകമാണിത്? യൂറോപ്പ ക്ലിപ്പർ. ഏതാണ്? യൂറോപ്പ ക്ലിപ്പർ. നമ്മുടെ നാലാമത്തെ ചോദ്യം, ചാറ്റ് ജിപിടിക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഏതാണ്? ചാറ്റ് ജിപിടിക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഏതാണ്? ഗ്രോക്ക് ആണ്. ഏതാണ്? ഗ്രോക്ക്. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടമായ രാജ്യം എന്ന പദവി തുടർച്ചയായ 7ാം തവണയും സ്വന്തമാക്കിയ രാജ്യം. ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടമായ രാജ്യം എന്ന പദവി തുടർച്ചയായ 7ാം തവണയും സ്വന്തമാക്കിയത് ഫിൻലാൻഡ് ആണ്. ഏത് രാജ്യമാണ്? ഫിൻലാൻഡ് ആണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ആറാമത്തെ ചോദ്യം, ലോക വനദിനം എന്നാണ്? ലോക വനദിനം മാർച്ച് 21-നാണ്. ലോക വനദിനം എന്നാണ്? മാർച്ച് 21. പ്രമേയം എന്താണ്? ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ, ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ്. ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ, ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നുള്ളതാണ് 2024 വനദിനത്തിന്റെ പ്രമേയം. അതുപോലെ വനദിനം എന്നാണ്? മാർച്ച് 21-നാണ്. കൂടെ ഓർത്തേക്കുക. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്ന ടേബിൾ ടെന്നീസ് താരമാരാണ്? പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്ന ടേബിൾ ടെന്നീസ് താരമാണ് ആര്? അജന്ത ശരത് കമാൽ. ആരാണ്? അജന്ത ശരത് കമാൽ. ഓർത്തിരിക്കുക. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, ലോക ഹാപ്പിനെസ് വാർഷിക റിപ്പോർട്ട് പ്രകാരം പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 1ാം സ്ഥാനത്ത് നമ്മൾ ഏത് രാജ്യമാണെന്ന് പറഞ്ഞത്? ഫിൻലൻഡ് ആണെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. എത്രയാണ്? 126. നമ്മുടെ 9ാമത്തെ ചോദ്യം, 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന പരേഡിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി വിലക്കിയ രാജ്യങ്ങൾ. 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന പരേഡിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി വിലക്കിയ രാജ്യങ്ങൾ ഏതാണ്? റഷ്യ, ബെലാറസ്. റഷ്യയും ബെലാറസും ആണെന്ന് ഓർത്തിരിക്കുക. 10ാമത്തെ ചോദ്യം, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന എലോൺ മസ്ക് ആവിഷ്കരിച്ച വിഷൻ ചിപ്പ് പദ്ധതി. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന എലോൺ മസ്ക് ആരംഭിച്ച വിഷൻ ചിപ്പ് പദ്ധതി ഏതാണ്? ബ്ലൈൻഡ് സൈറ്റ്. ഏതാണ്? ബ്ലൈൻഡ് സൈറ്റ് ആണ്. ഓർത്തിരിക്കുക. നമ്മുടെ 11ാമത്തെ ചോദ്യം, ലോക ജലദിനം എന്നാണ്? ലോക ജലദിനം മാർച്ച് 22-നാണ്. എന്നാണ്? മാർച്ച് 22. ഓർത്തിരിക്കുക. നമ്മുടെ 12ാമത്തെ ചോദ്യം, അടുത്തിടെ IIT മദ്രാസ് വികസിപ്പിച്ച സ്റ്റാൻഡിംഗ് വീൽ ചെയറിന്റെ പേരെന്താണ്? അടുത്തിടെ IIT മദ്രാസ് വികസിപ്പിച്ച സ്റ്റാൻഡിംഗ് വീൽ ചെയറിന്റെ പേരാണ് നിയോ സ്റ്റാൻഡ്. എന്താണ്? നിയോ സ്റ്റാൻഡ്. ഓർത്തിരിക്കുക. നമ്മുടെ 13ാമത്തെ ചോദ്യം, വേൾഡ് ടെലികോം സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലി 2024 വേദി. വേൾഡ് ടെലികോം സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലി 2024 വേദി ഡൽഹിയാണ്. എവിടെയാണ്? ഡൽഹി. നമ്മുടെ 14ാമത്തെ ചോദ്യം, വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ ആഗോള അംഗീകാരം നേടിയ കേരളത്തിലെ ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ആശുപത്രിയിലാണ്? ആലുവ ജില്ലാ ആശുപത്രിയിലാണ്. നമ്മുടെ 14ാമത്തെ ചോദ്യമാണ്, വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ ആഗോള അംഗീകാരം നേടിയ കേരളത്തിലെ ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രം എവിടെയാണ്? ആലുവ ജില്ലാ ആശുപത്രിയിലാണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ 15ാമത്തെ ചോദ്യം, 2024 IPL സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകൻ ആരാണ്? ഋതുരാജ് ഗെയ്ക്വാദ് ആണ്. ആരാണ്? ഋതുരാജ് ഗെയ്ക്വാദ് ആണ്. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഡീറ്റെയിൽ നോട്ട്സിനായി റൂട്ടർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ യൂട്യൂബ് ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.